بسم الله الرحمن الرحيم الحمد لله وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين أما بعد. ഇന്ന് മുസ്ലിമുകൾ ചില ആളുകളോട് നമ്മൾ എന്തെങ്കിലും നന്മ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ തിന്മ വിരോധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഒരു മ്യൂസിക് കേൾക്കുന്ന ഒരാളോട് പറയാണ് മ്യൂസിക് ഹറാമാണ്, അത് കേൾക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് പറയാണ് ഇങ്ങനത്തെ ഒന്നും കാണാൻ പാടില്ല, അള്ളാഹു തആല ഇതിനെപ്പറ്റി ചോദിക്കും, ഈ അവയവങ്ങളൊന്നും ഇങ്ങനെ അള്ളാഹിനെ ധിക്കരിക്കുന്നവർ ഉപയോഗിക്കരുത്, നാളെ പരലോകത്ത് അത് പ്രയാസമായിട്ട് മാറും. അല്ലെങ്കിൽ താടി പഠിക്കുന്ന ഒരാളോട് പറയാണ് താടി പഠിക്കാൻ പാടില്ല, അത് ഇമാമിങ്ങൾ മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ ഏകാഭിപ്രായത്തിലായിട്ടുള്ള വിഷയമാണ്, പാടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ഒരാളോട് പറയാണ് നെര്യാണിക്ക് താഴെ വസ്ത്രം നരകത്തിലാണ്, അത് അഹങ്കരിച്ചിട്ടായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അതിന് നരകത്തിലാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിലക്കിയിട്ടുണ്ട്, ഹറാമാണത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിസ്കരിക്കാതെ നിൽക്കുന്ന ഒരാളോട് പറയാണ് നിസ്കരിക്കാൻ ജമാഅത്ത് നടക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനുള്ള ഒരു മറുപടി ഉണ്ട്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും പലരും. അവർ പറയും ഈമാൻ ഹൃദയത്തിലാണ്, അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു തആല നിങ്ങളെ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഇങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ കൂടെ തന്നെ ചില നിവേദനങ്ങളിൽ വന്നിട്ടുള്ളതാണ് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. മറിച്ച് അല്ലാഹു തആല നോക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവൃത്തികളിലേക്കുമാണെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നിവേദനമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്, റിയാദ് സാലിഹിന്റെ മുഖദ്ദിമയിൽ തഹ്ഖീഖ് ചെയ്തതിന്റെ മുഖദ്ദിമയിൽ 14-ാമത്തെ 15-ാമത്തെ പേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നു ഹാദിഹി സിയാദത്തു ഹാമത്തുൻ ജിദ്ദ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വന്നിട്ടുള്ള അമാലിക്കും നിങ്ങളുടെ പ്രവൃത്തികളിലേക്കും നോക്കുന്നുണ്ട്. ഇത് വെറും ഹൃദയങ്ങളിലേക്ക് മാത്രമല്ല, ഇതും കൂടിയും വന്നിട്ടുള്ള എന്നാണ്, വളരെ പ്രധാനപ്പെട്ടതാണിത്. എന്നിട്ട് ഷെയ്ഖ് പറയണില്ലേ അന്ന കസീറൻ മിനൻ നാസി യഫ്ഹമൂനൽ ഹദീസ ബിദൂനിഹാ ഫഹ്മൻ ഖാതിഅ. കാരണം ജനങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ഹദീസിനെ മനസ്സിലാക്കുന്നത് ഇതില്ലാന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ്. എത്ര ശരിയാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. ഈ ആളുകൾക്ക് ഇന്ന് അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമിനെ, അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റിയിരിക്കുന്ന ഈ ആളുകൾ ഈ ഹദീസിനെ. എന്നാൽ ഈ ഹദീസ് പ്രത്യേകം മനസ്സിലാക്കുക, ഈ ഹദീസിനെ ഈ ഒരു അധികമായിട്ട് വന്നിട്ടുള്ള കാര്യം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈമാൻ ഹൃദയത്തിൽ മാത്രമാണെന്ന് പറയുന്നത് അത് അഹ്ലുസുന്നത്തിന്റെ ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽ പെട്ടതല്ല. കാരണം അഹ്ലുസുന്നത്തിന്റെ അടുക്കൽ, മുസ്ലിമിന്റെ അടുക്കൽ ഈമാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഈമാനു ഇഅ്തിഖാദുൻ ബിൽ ഖൽബി വഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹ്. ഈമാൻ എന്ന് പറയുന്നത് അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ് മാത്രമാണോ? അല്ല. വഖൗലുൻ ബിൽ ലിസാൻ, അതാ വായ കൊണ്ട് പറയലാണ്. അമലുൻ ബിൽ ജവാരിഹ്, അത് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലും കൂടിയാണ്. വെറും ഈമാൻ മാത്രം മതി, ഞാൻ ഈമാൻ അള്ളാഹുവിലും വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നു, റസൂലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവില്ല. അവന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലല്ലാതെ, അവന് വേണ്ട കാര്യങ്ങൾ ചെയ്താലല്ലാതെ അവന് മുഅ്മിനാവുകയില്ല. സൽക്കർമ്മങ്ങൾ ഈമാനിൽ പെട്ടതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ ഈ പറയുന്നത് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ളാഹ് പറഞ്ഞ പോലെ ഈ പറയുന്നത് എന്താണ്, അവർ ഈമാൻ കൽബിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു ശരിയുണ്ടെങ്കിൽ പോലും, പക്ഷെ അത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവന് ചെയ്യുന്ന തിന്മകൾ ന്യായീകരിക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈമാൻ വെറും ഹൃദയത്തിലാണെന്ന് പറഞ്ഞിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും ഹറാമുകൾ ഒഴിവാക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് വെറും എന്താണ് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണത്. അതുകൊണ്ട് ഈമാന്റെ ശരിയായിട്ടുള്ള നിർവചനം പഠിച്ചു വെക്കുക എല്ലാവരും. അത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള വിശ്വാസമാണ്, അത് നാവ് കൊണ്ട് ഉച്ചരിക്കലും കൂടിയാണ്, പിന്നെ അത് സൽക്കർമ്മങ്ങൾ അത് അവയവങ്ങൾ കൊണ്ട് ചെയ്യലും കൂടിയാണ്. ഇത് പ്രത്യേകമായിട്ടും എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കി വെക്കുക. വല്ലാഹുൽ മുവഫ്ഫിഖ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.